ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പത്തിരിക്ക് പറ്റിയ അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഹോൾ സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 തക്കോലം, 1 കഷ്ണം പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, 2 ടീസ്പൂൺ മല്ലി എന്നിവ ഒരു ചെറിയ പാനിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരണം. നന്നായി ചൂടായി വരുന്ന സമയത്ത് 1 കഷ്ണം പട്ട, 1 ബേ ലീഫ് ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 4 വലിയ സവാള ഫൈനായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഇപ്പൊ സവാള നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 15 ചെറിയുള്ളി ചെറുതായൊന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്നു കിട്ടുന്ന സമയം കൊണ്ട് മിക്സിയുടെ ഗ്രൈൻഡിംഗ് ജാറിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഹോൾ സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഇത് പൊടിച്ച് മാറ്റിവെച്ച ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട ശേഷം ഒരു 12 കാഷ്യൂസ് കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി മാറ്റിവെക്കാം. ഇപ്പോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പൊടിച്ചു വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ചിക്കൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ചിക്കൻ ചൂടായി ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരണം. ആ ചിക്കൻ പീസസിന്റെ കളറൊക്കെ ഒന്ന് വൈറ്റ് കളറായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇനി കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടും. ഇടക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഇടക്ക് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാകും. ഇപ്പോ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് നല്ല ചിക്കനില് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ ചൂടാക്കി മാറ്റി വെച്ച കാഷ്യൂസ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ച ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്ത് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കണം. ഒരു 15 മിനിറ്റ് കവർ ചെയ്ത് വെക്കുമ്പോൾ ഇതിലേക്ക് ആ നെയ്യൊക്കെ അങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. അപ്പൊ നമുക്കിതൊന്ന് 15 മിനിറ്റ് കവർ ചെയ്ത് മാറ്റി വെക്കാം. കണ്ടോ, 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. പത്തിരിക്കും ചപ്പാത്തിക്കും അതുപോലെ പൊറോട്ടക്കൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.